ശബരിമലയിൽ കയറാൻ പറ്റാതെ തിരിച്ചുപോയ ആൾക്കാർക്ക് എന്തെങ്കിലും എനിക്ക് ക്ഷമാപണം നടത്താമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. അയ്യപ്പൻ നമ്മളോടും അവരോടും പൊറുക്കട്ടെ എന്നല്ലാതെ ഒന്നുമില്ല. അവർ തിരിച്ചു വന്ന് വീണ്ടും ദർശനം നടത്തണം. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എനിക്കവിടെ കയറാൻ പറ്റാതെ വഴിയിൽ വെച്ച് മാല ഊരി പോവുകയാണെങ്കിൽ എനിക്ക് വലിയ വിഷമമായിരിക്കും. വലിയ വിഷമം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ നിന്ന് അത് പോവില്ല. എനിക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതിൽ നമുക്ക് ഖേദമുണ്ട്. അത് പശ്ചാത്താപം ഉണ്ടെന്നാണ് പറയുന്നത്. ഖേദത്തെക്കാളും പശ്ചാത്താപം എന്നുള്ള വാക്കാണ്. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അത് അയ്യപ്പനോടുള്ള ബന്ധത്തിൽ മാല ഇട്ട ഒരാളിന് മാത്രമേ വികാരം മനസ്സിലാവൂ. ഞാൻ അനേക മല കയറിയിട്ടുള്ള ആളാണ് കേട്ടോ. ഞാൻ ഗുരുസ്വാമിയേക്കാളും അത്രമാത്രം മല ഞാൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. കഷ്ടമായിപ്പോയി. ഇന്നലെ അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പേര് വന്ന് കയറിക്കളയുന്നു. ഇനി ശബരിമല എത്താൻ പോകുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ ധൈര്യമായിട്ട് വരിക, സന്തോഷമായിട്ട് വരിക. സുഖദർശനം നടത്താനുള്ള എല്ലാ ക്രമീകരണവും ഞങ്ങൾ നടത്തിയിരിക്കുന്നു. ഒരു 2-3 മണിക്കൂറുകൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ശബരിമലയിൽ സൃഷ്ടിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പനതിനെ അനുഗ്രഹിക്കും. 3 മണിക്കൂർ ഒക്കെ നിൽക്കേണ്ടി വരും തീർച്ചയായിട്ടും. അത് നിൽക്കാൻ എല്ലാവരും തയ്യാറാണ് കേട്ടോ. 2-3 മണിക്കൂർ നിൽക്കാനൊന്നും ആർക്കും മടിയില്ല. അതിൽ കൂടുതൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. അതുകൊണ്ട് സുഗമ ദർശനത്തിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, ഞങ്ങളുടെ പ്രവർത്തനവും ഉണ്ടാവും.